മിന്നാമിനുങ്ങിൻ പാടം പകരം നൽകി വിളവെല്ലാം ഇരുപേരും വീതിച്ചു. ഹോശാന ഹോശാന ദാവീദിൻ സുതനോശാന ഹോശാന. കാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി. അൾത്താരയുടെ ചുറ്റിനും ഈ നീലയും വെള്ളയും ഡ്രസ്സ് ഇട്ടിരിക്കുന്നവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായ 12 പേരെ. അത് നമ്മൾ നമ്മുടെ ഇടവകയിൽ നിന്ന് നമ്മുടെ ഓരോ യൂണിറ്റിൽ നിന്ന് ഓരോരുത്തരെ വെച്ച് തിരഞ്ഞെടുക്കുന്നതാണ്. യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് ലോകത്തിന് വിനയത്തിൻ്റെയും എളിമയുടെയും മാതൃക കാണിച്ചതിൻ്റെ അനുസ്മരണമായിട്ടാണ് ഇന്നും വൈദികർ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുടെ കാലുകൾ കഴുകി ചുംബിക്കുന്നത്. വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പെസഹ ആചരിക്കുന്നു. വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹ അമ്മ കന്യാ. ദുഃഖ വെള്ളിയാഴ്ച ശുശ്രൂഷകളുടെ തുടക്കത്തിൽ വൈദികർ അൾത്താരയ്ക്ക് മുന്നിൽ കമിഴ്ന്നു കിടന്നുകൊണ്ടാണ് നമ്മുടെ ആരാധനക്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ വളരെ അർത്ഥവത്തായ ഒരു ആചാരമാണ് ഇത്. ഇത് പൂർണ്ണമായും ദൈവത്തിന് മുന്നിലുള്ള അങ്ങേയറ്റത്തെ താഴ്മയുടെയും അനുതാപത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടയാളമാണ്. കമിഴ്ന്നു കിടക്കുന്നത് കൊണ്ട് ശവക്കുഴിയിൽ കിടക്കുന്ന യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മൃതദേഹത്തിന് സമാനമായി നിലത്ത് കിടക്കുന്നതിലൂടെ യേശു മരണം വരിച്ചു എന്ന സത്യത്തെ വൈദികർ ധ്യാനിക്കുന്നു. വലിയ നോമ്പ് കാലത്ത് അവസാനത്തെ 2 ആഴ്ച നമ്മുടെ കുരിശും മറ്റു വിശുദ്ധ രൂപങ്ങളും വയലറ്റ് കളർ തുണി കൊണ്ട് മൂടുന്നത് വളരെ അർത്ഥവത്തായ ഒരു ആചാരമാണ്. വയലറ്റ് നിറം പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തിൻ്റെയും ദുഃഖത്തെയും സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന നോമ്പുകാലത്തിൻ്റെ ഗൗരവം ഇത് ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ മൂടിയിട്ട രൂപങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച അനാവരണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെ അത് വർദ്ധിപ്പിക്കുന്നു. ഈസ്റ്റർ സമയത്ത് വെളിച്ചവും മഹത്വവും വീണ്ടും വെളിപ്പെടുമ്പോൾ അത് ഉയർപ്പിൻ്റെ വിജയത്തെ സൂചിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞാൽ അടുത്തത് കുരിശ് ചുംബനമാണ്. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും അനുസ്മരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രദക്ഷിണമാണ് നഗരി കാണിക്കൽ എന്നുള്ളത്. നഗരി എന്നാൽ നഗരം അല്ലെങ്കിൽ പ്രദേശം എന്നാണ് അർത്ഥം. യേശുവിൻ്റെ കുരിശുമരണം ആ നാടിനെ മുഴുവൻ അറിയിക്കുന്നതിനും കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേരുന്നതിനുമായി ദേവാലയത്തിനു ചുറ്റും നടത്തുന്ന പ്രദക്ഷിണമാണിത്. ദുഃഖ വെള്ളിയാഴ്ച ആരാധനക്രമങ്ങളിലെ ഏറ്റവും അവസാനത്തെ ആരാധനക്രമമാണ് നഗരി കാണിക്കൽ എന്നുള്ളത്. കറുത്ത വസ്ത്രം ധരിച്ചോ അതീവ ദുഃഖാചരണത്തോടെയാണ് വിശ്വാസികൾ ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത്. കുരിശും യേശുവിൻ്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുന്നു. രാത്രി 9 മണിക്ക് അവസാനത്തെ കുരിശിൻ്റെ വഴിയും ചൊല്ലി ശേഷം യേശുവിൻ്റെ ഖബറടക്കമാണ്. രാത്രി 11 മണിക്ക് ഉയർപ്പ് കുർബാനയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ആദ്യം തന്നെ ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന വലിയ ഒരു മെഴുകുതിരിയെ പുനരുദ്ധാന മെഴുകുതിരി എന്ന് നമ്മൾ വിളിക്കുന്നു. ഈസ്റ്റർ ശുശ്രൂഷകളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇരുട്ടിനെ അകറ്റുന്ന ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ ഇത് പ്രതിനിധീകരിക്കുന്നു. മെഴുകുതിരിയിൽ കുരിശ്, ആൽഫ, ഒമേഗ എന്നീ ഗ്രീക്ക് അക്ഷരങ്ങളിലും ആ വർഷത്തെ അക്കങ്ങളും രേഖപ്പെടുത്തിയിരിക്കും. യേശുവിൻ്റെ 5 തിരുമുറിവുകളെ അനുസ്മരിപ്പിക്കുന്ന 5 കുന്തിരിക്ക കഷ്ണങ്ങൾ കുരിശാകൃതിയിൽ ഇതിൽ തറയ്ക്കാറുണ്ട്. ഈസ്റ്റർ രാത്രിയിലെ തിരുക്കർമ്മങ്ങളിൽ
ക്രിസ്തുവിൻ പ്രകാശം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ മെഴുകുതിരി പള്ളിയിലേക്ക് സംവഹിക്കുന്നത്. ജ്ഞാനസ്നാന സമയത്തും ശവസംസ്കാര ശുശ്രൂഷകളിലും ഈ മെഴുകുതിരി പ്രകാശിപ്പിക്കാറുണ്ട്. ഇതേ മെഴുകുതിരിയിൽ നിന്ന് തന്നെ നമ്മളും വെളിച്ചം പകർന്ന് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. 7 വായനകൾക്ക് ശേഷം അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് അരുൾ ചെയ്ത് ഉയർപ്പ് ആരംഭിക്കുന്നു. നിങ്ങളെതിരെ ജീവിക്കുന്നവനെ മരിച്ചവരുടെ ദൈവത്തെ അവരുടെ ഉയർത്തേണ്ടി. Justina, come on. Happy Easter. Happy Easter. Thank you. Happy Easter. Happy Easter. Happy Easter പറഞ്ഞിട്ട് കണ്ടോ? ഹാപ്പി ഈസ്റ്റർ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈ ഈസ്റ്റർ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന പോലെ യേശു മരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു സൺഡേ. ഇതിനിടയിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് വന്നുമല്ലേ, സാറ്റർഡേ. യേശു മരിച്ചപ്പോഴേക്കും മാതാവ് ഉൾപ്പെടെ, മാതാവും ശിഷ്യന്മാരും എല്ലാവരും വിചാരിച്ചു ഫിനിഷ്, കഴിഞ്ഞു, അവിടം കൊണ്ട് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഒരു ദിവസം ലോകത്തെ മൊത്തം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞായറാഴ്ച യേശു ഉയർത്തെഴുന്നേൽക്കുവാണ്. ആ ഒരു ദിവസത്തെ ഒരു ഇടവേള എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ഒരു മാസ് എൻട്രിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. സോ ഈ ഈസ്റ്റർ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗൈസ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ സ്റ്റോപ്പായി പോകുന്ന
ചില നിമിഷങ്ങളുണ്ട്. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല നമുക്ക്, മുന്നോട്ട് ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലാണെങ്കിലും നമ്മുടെ പഠിത്തത്തിലാണെങ്കിലും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്തും ആയിക്കോട്ടെ, എല്ലാം അവസാനിപ്പിച്ചു, ഇനി ഒന്നുമില്ല നിങ്ങളുടെ ലൈഫിൽ, മടുത്ത് അവസാനിപ്പിക്കാൻ പോകുവാണെന്ന് തോന്നുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യേശുവിനെ പറ്റി ആലോചിക്കുക. യേശു നടത്തിയ ഒരു മാസ് എൻട്രി ഉണ്ടല്ലോ, ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും അത് സംഭവിക്കും. ഇന്നും അടുത്തു എന്ന് വിചാരിച്ചിട്ട് നാളെ നിങ്ങൾക്ക് ചീറ്റത് മാത്രമേ സംഭവിക്കുള്ളൂ എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് നിങ്ങൾ തളർന്നിട്ടുണ്ടെങ്കിൽ നാളെ ദൈവം എന്തായാലും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കും. സോ ഹാപ്പി ഈസ്റ്റർ എവരിവൺ. ഞാൻ